ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു പനീർ കറി ഉണ്ടാക്കാം. പാനിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് നെയ്യും ആഡ് ചെയ്ത് നമുക്ക് ബട്ടറും ആഡ് ചെയ്യാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ട് ഒന്ന് ചെറുതായി ചൂടായ ശേഷം നമുക്കതിലേക്ക് പനീർ ആഡ് ചെയ്യാം. പനീർ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കത് മാറ്റാം. അതേ എണ്ണയിലേക്ക് തന്നെ ഒരു മീഡിയം സൈസ് സവാള ഇട്ട് അതും ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ ഇടാം. ഒരു മീഡിയം ടൈപ്പ് ടൊമാറ്റോ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് ആറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ട് അരച്ച് മാറ്റി വെക്കാം. അതേ പാനിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ച് സ്പൈസസ് എല്ലാം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. അതൊന്ന് മിക്സാക്കിയ ശേഷം അതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നുണ്ട്. ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കമാണ്. ഇനി അതിലേക്ക് മല്ലിപ്പൊടി ഒരു സ്പൂണ്, കാശ്മീരി ചില്ലിപ്പൊടി, സാധാരണ മുളക് പൊടിയും ഓരോരോ സ്പൂൺ വെച്ച് ടീസ്പൂൺ വെച്ചാണ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ജീരകപ്പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മസാല അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനൊരു 7-8 കാഷ്യൂ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് പേസ്റ്റാക്കി ചേർത്ത ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കുക. ഇനി ലാസ്റ്റ് കുറച്ച് ഗരം മസാല ഇട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പനീറും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയിലയുടെ തൂവി എടുത്താൽ അടിപൊളിയായിട്ടുള്ള പനീർ മസാല കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.